ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ചോക്കോനട്ട് കേക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ലെറ്റ്സ് ഗോ ഗായ്സ്. ഗായ്സ്, ആദ്യം തന്നെ ഒരു കപ്പ് ആൾ പർപ്പസ് ഫ്ലോർ ഇടുക. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുക. പിന്നെ അടുത്തത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക. ഒരു നുള്ള് ഉപ്പ് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇത് 3 പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അത് ഇലക്ട്രിക് ബീറ്ററോ വിസ്കോ അല്ലെങ്കിൽ മിക്സിംഗ് ഗ്രൈൻഡറോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് പതഞ്ഞ് വരണം. ഇപ്പോൾ ഗായ്സ് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് ഷുഗർ പൗഡർ ആഡ് ചെയ്യണം. ഇനി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അടുത്തത് 5 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂൺ പാലൊഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ഇട്ടിട്ട് വിസ്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ബാറ്റർ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തത് നമ്മുടെ ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്യണം 5 മിനിറ്റ്. അപ്പോൾ ഗായ്സ്, ഇനി നമ്മുടെ ട്രേ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് 20 തൊട്ട് 25 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വിപ്പിംഗ് ക്രീം മിക്സിംഗ് ഗ്രൈൻഡർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ കേക്ക് ട്വൈൻ വെച്ച് 2 ലെയറായി മുറിച്ചെടുക്കണം.
ഗായ്സ് ആദ്യം തന്നെ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഫസ്റ്റ് ലെയറിൽ നിന്ന് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നൈഫ് വെച്ച് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഷുഗർ സിറപ്പ് ഒഴിച്ച ലെയർ അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ബാക്കിയുള്ള ക്രീമും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈഡൊക്കെ ഒരു കാർഡ് വെച്ച് ലെവൽ ചെയ്തിട്ട് 2 മണിക്കൂറിൽ ഫ്രീസറിൽ വയ്ക്കുക. ഇനി അടുത്തത് 100 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് എടുക്കുക. ഇനി അതിനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മെൽറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 3 സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 3 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് കോമ്പൗണ്ട് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അത് നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനെ ഒരു 3 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ സൈഡൊക്കെ പീനട്ടും ബ്ലാക്ക് കോമ്പൗണ്ടും മെൽറ്റ് ചെയ്ത് ഗണേഷ് ഞാൻ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊരു ടേസ്റ്റാണ് ഗായ്സ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരോടൊപ്പം ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.